1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന EMS സർക്കാരാണ് മലബാറിൽ മുസ്ലിം പള്ളികൾ നിർമ്മിക്കുന്നതിനുണ്ടായിരുന്ന നിരോധനം നീക്കിയത്. 1967 സർക്കാർ ഊന്നൽ നൽകിയത് ഹൈസ്കൂളുകൾ സ്ഥാപിക്കുന്നതിനായിരുന്നു. ആ സർക്കാരാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് രൂപം നൽകിയത്. ആ സർക്കാരായിരുന്നു മലപ്പുറം ജില്ലക്ക് രൂപം നൽകിയത്. ആ ജില്ല രൂപീകരിക്കുമ്പോൾ ഇടതുപക്ഷം നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ നിങ്ങളിൽ ചിലർക്കെല്ലാം അറിവുള്ളതായിരിക്കും. ഇടതുപക്ഷം, വിശേഷിച്ച് CPIM, മുസ്ലിം സമുദായത്തിന് എതിരാണോ? മുസ്ലിം സമുദായത്തിന് എതിരാണ് CPIM എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ ഇന്ന് തുടങ്ങിയതല്ല, എത്രയോ കാലം മുമ്പേ തുടങ്ങിയതാണ്. എന്നാൽ CPIM-ഉം ഇടതുപക്ഷവും മുസ്ലിം സമുദായത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? എണ്ണി പറയുകയാണ് മുഖ്യമന്ത്രി. സമസ്ത അംഗങ്ങൾ മാത്രമല്ല, കേരളം കേൾക്കണം ഈ വാക്കുകൾ. കാരണം CPIM-നെ, ഇടതുപക്ഷത്തെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്ന ഇക്കാലത്ത് മലബാറിൽ, കേരളത്തിൽ മുസ്ലിം സമുദായത്തിനു വേണ്ടി എന്തൊക്കെയാണ് CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്തത്? വീണ്ടും വീണ്ടും മുസ്ലിം സമുദായത്തെ ഓർമ്മിപ്പിക്കേണ്ടത് പുരോഗമന സംഘടനകളുടെ കടമയാണ്. ആ കടമയാണ് മുഖ്യമന്ത്രി ഏറ്റെടുത്തത്. അതും സമസ്തയുടെ വേദിയിൽ തിരുവനന്തപുരത്ത് നടന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ജാഥയുടെ സ്വീകരണ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വേദിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നാടിൻ്റെ ഈ മതനിരപേക്ഷ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇടതുപക്ഷം എക്കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. വർഗീയ ശക്തികൾ തലപൊക്കുമ്പോഴെല്ലാം അതിനെതിരെ നെഞ്ചുവിരിച്ചു നിന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. നമ്മുടെ കേരളത്തിൽ കലാപമുണ്ടായ ഘട്ടങ്ങളിലെല്ലാം ആ കാര്യം വ്യക്തമായതാണ്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കുന്നതിനും ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള ആദ്യം രൂപീകൃതമായ EMS ഗവൺമെന്റ് മുതൽ ഇതേവരെയുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളെല്ലാം അത്തരമൊരു സമീപനമാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. മലബാർ കലാപത്തെ തുടർന്ന് മലബാർ മേഖലയിൽ പള്ളികളുടെ നിർമ്മാണം ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു. ഇന്ത്യ സ്വതന്ത്രയായ ഘട്ടത്തിൽ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു മലബാർ. സ്വതന്ത്ര ഇന്ത്യയിലും ആ നിരോധനത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നീട് മലബാർ ഐക്യ കേരളത്തിൻ്റെ ഭാഗമായി. 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന EMS സർക്കാരാണ് മലബാറിൽ മുസ്ലിം പള്ളികൾ നിർമ്മിക്കുന്നതിനുണ്ടായിരുന്ന നിരോധനം നീക്കിയത്. അതുപോലെ തന്നെ മലബാർ സ്പെഷ്യൽ പോലീസിൽ MSP മുസ്ലിങ്ങളെ നിയമിക്കുന്നതിനുണ്ടായിരുന്ന നിരോധനം നീക്കിയതും ആ സർക്കാരായിരുന്നു. 1957 സർക്കാരാണ് മലബാർ മേഖലയിൽ കൂടുതൽ സ്കൂളുകൾ സ്ഥാപിക്കാൻ തയ്യാറായത്. അതിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യം ലഭിക്കുന്ന അവസ്ഥയുണ്ടായി. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതും ആ ഘട്ടത്തിലാണ്. 1967 സർക്കാർ ഊന്നൽ നൽകിയത് ഹൈസ്കൂളുകൾ സ്ഥാപിക്കുന്നതിനായിരുന്നു. ആ സർക്കാരാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് രൂപം നൽകിയത്. ആ സർക്കാരായിരുന്നു മലപ്പുറം ജില്ലക്ക് രൂപം നൽകിയത്. ആ ജില്ല രൂപീകരിക്കുമ്പോൾ ഇടതുപക്ഷം നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ
നിങ്ങളിൽ ചിലർക്കെല്ലാം അറിവുള്ളതായിരിക്കും. അത്തരത്തിൽ ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന സർക്കാരുകൾ പൊതുസമൂഹത്തിൻ്റെ ഉത്കർഷം ലക്ഷ്യം വെച്ച് നടപ്പാക്കിയ നിരവധി പദ്ധതികൾ ന്യൂനപക്ഷങ്ങൾക്ക് ഗുണപരമായി ഭവിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യം, ന്യൂനപക്ഷങ്ങളെ സവിശേഷതയോടെ എല്ലാ കാലത്തും ഇവിടെ ഇടതുപക്ഷം കണ്ടിട്ടുണ്ട് എന്നതാണ്. അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ വെച്ച് അളക്കാവുന്നതല്ല. ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ കേൾക്കാനും അത് പരിഹരിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനും സംസ്ഥാന സർക്കാർ എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട്. ഇനിയും തയ്യാറാകുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അതൊരു വെറും വാക്കല്ല എന്നത് ഈ കഴിഞ്ഞ ഒരു ദശകകാലത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. 2006 LDF സർക്കാരാണ് ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകുപ്പ് രൂപീകരിച്ചത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനുള്ള വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ, ഭവന പുനരുദ്ധാരണ പദ്ധതി, സ്വയം തൊഴിൽ പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. SSLC, +2 പൊതുപരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായി ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് നൽകുന്നു. ബിരുദതലത്തിൽ 80%, ബിരുദാനന്തര ബിരുദതലത്തിൽ 75% മാർക്ക് നേടുന്നവർക്കും തുടർ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട്. പോളിടെക്നിക്കുകളിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് ലഭ്യമാക്കി വരികയാണ്. നഴ്സിംഗ്, ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മദർ തെരേസ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബിരുദം, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സുകൾ ഇവയെല്ലാം പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥിനികൾക്കായി CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് നൽകി വരുന്നു. UGC, CSIR, JRF പരീക്ഷയ്ക്കാവശ്യമായ കോച്ചിങ് നൽകുന്നതിന് പ്രത്യേക സ്കീം രൂപീകരിച്ചിട്ടുണ്ട്. CA, CMA, CS കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 331 വിദ്യാർത്ഥികൾക്കായി 1/2 കോടി രൂപയാണ് ലഭ്യമാക്കിയത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദാനന്തര ബിരുദം, PhD എന്നിവയ്ക്ക് വിദ്യാർത്ഥികൾക്ക് 50,000 രൂപ സ്കോളർഷിപ്പ് അനുവദിക്കുന്നു. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഫീ റീഇംബേഴ്സ്മെന്റ് സ്കീമിലൂടെ സഹായം നൽകി വരുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം റീമെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് നൽകി വന്നിരുന്ന സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. ന്യൂനപക്ഷ മതവിഭാഗത്തിലെ നിർധനരായ വിധവകൾക്കുള്ള ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം 719 വീടുകൾക്കാണ് ധനസഹായം ലഭ്യമാക്കിയത്. 3.5 കോടി രൂപ ഇതിനായി വിനിയോഗിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള
സ്വയം തൊഴിൽ പദ്ധതിയും നടപ്പാക്കി വരികയാണ്. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാത്ത 60 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്കാണ് ഇത്തരത്തിൽ സഹായം നൽകുക. ഇതിനായി നൽകുന്ന വായ്പകളുടെ 20% അല്ലെങ്കിൽ പരമാവധി 1 ലക്ഷം രൂപയോ സബ്സിഡി ലഭ്യമാക്കും. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന കുറഞ്ഞ പലിശ നിരക്കിൽ സ്വയം തൊഴിൽ പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും വായ്പ നൽകുന്നുണ്ട്. ഇതിനു പുറമെ ഭവന നിർമ്മാണം, വിവാഹം, ചികിത്സ എന്നിവയ്ക്കും വായ്പകൾ ലഭ്യമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കാൻ നിന്നാൽ അതിന് കുറേ സമയമെടുക്കുമെന്നതുകൊണ്ട് കൂടുതലായി ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല.